കേരളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് ചെലവ് കൂടാൻ പോകുന്നു. പൊതു ചാർജിംഗ് സ്റ്റേഷനുകളിൽ രാത്രിയിൽ ഉയർന്ന നിരക്ക് ഏപ്രിൽ 1 മുതൽ ഈടാക്കി തുടങ്ങുമെന്ന് റിപ്പോർട്ടുകൾ. താരിഫ് പരിഷ്കരണം റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചു. വർഷം തോറും 2.5 ലക്ഷം വാഹനങ്ങൾ നിർമ്മിക്കാൻ ശേഷിയുള്ള മൂന്നാമത്തെ ഫാക്ടറി ഹരിയാനയിലെ ഖർഗോഡയിൽ തുടങ്ങാൻ മാരുതി സുസുക്കി. ഇത് 2029 പൂർത്തിയാകുമ്പോൾ മാരുതി സുസുക്കിക്ക് ഇന്ത്യയിൽ ഒരു വർഷം നിർമ്മിക്കാവുന്ന വാഹനങ്ങൾ 7.5 ലക്ഷം. ഏജസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിന്റെ 4% ഓഹരി കൂടി 97.44 കോടി രൂപ മുടക്കി ഫെഡറൽ ബാങ്ക് വാങ്ങുന്നു. ഇതോടെ ഈ കമ്പനിയിൽ ഫെഡറൽ ബാങ്കിന്റെ ഓഹരി പങ്കാളിത്തം 30%. വീട്ടിലിരിക്കുന്ന സ്വർണം ബാങ്കിൽ വെച്ച് പണമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ മോണറ്റൈസേഷൻ പദ്ധതിക്ക് 10ാം വയസ്സിൽ അകാല ചരമം. 2025 മാർച്ച് 26 പ്രാബല്യത്തിൽ വരുന്ന വിധം ഗോൾഡ് മോണറ്റൈസേഷൻ സ്കീം നിർത്തലാക്കുകയാണെന്ന് ധനമന്ത്രാലയം. ED എന്ന ചുരുക്കപ്പേരുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുൻ മേധാവി സഞ്ജയ് കുമാർ മിശ്രയെ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ മുഴുസമയ അംഗമായി നിയമിച്ചു. EDയുടെ വിവാദ നടപടികൾ പലതും നടന്നത് മിശ്ര മേധാവിയായിരുന്ന കാലത്ത്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.